നമ്മുടെ രാജ്യം കടുത്ത പട്ടിണിയിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും കടന്നു പോകുമോ എന്ന ആശങ്കയ്ക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സായന്തനത്തിൽ വളരെ പെട്ടെന്ന് ഒരു പ്രതിഷേധം തീരുമാനിച്ചത്. നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും ഹോട്ടൽ മേഖല സമ്പൂർണമായ പ്രതിസന്ധിയിലേക്ക് പെടുന്ന അവസ്ഥയാണ് ഇവിടെ സംജാതമായിട്ടുള്ളത്. അതോടൊപ്പം ബേക്കറി, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു വരുന്ന, കസ്റ്റമേഴ്സായി വരുന്ന മേഖല സമ്പൂർണമായ സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ എങ്ങനെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്? സംസ്ഥാനത്തെ ഏതാണ്ട് 10% ഭക്ഷണശാലകൾ ഇപ്പോൾ തന്നെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ കെടുതിയുടെ ഭാഗമായി പൂട്ടിയിരിക്കുന്നു എന്ന ഞെട്ടലുളവാക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പാചകവാതക സിലിണ്ടറിൻ്റെ ക്ഷാമം രൂക്ഷമാവുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളോടെ നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം ഭക്ഷണശാലകളിൽ 50% പൂട്ടേണ്ടി വരുന്ന അവസ്ഥ ഇവിടെ സൃഷ്ടിക്കപ്പെടും. അന്നത്തിനു വേണ്ടി ഈ രാജ്യത്തുയരുന്ന ഏറ്റവും ശക്തമായ പ്രക്ഷോഭത്തിൻ്റെ തുടക്കമായിരിക്കും ഇതെന്ന് ഈ രാജ്യത്തെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം ബേക്കറികളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഉൾപ്പെടെ 1,00,000-ലധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയാണ്. ചെറിയ കടകൾ ഒഴിവാക്കി നിർത്തിയാൽ, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതിൻ്റെ കണക്ക് 1,00,000-ഓളം വരും എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള വിവരം. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ക്യാൻറ്റീനുകൾ പൂട്ടിക്കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മെസ്സുകൾ പൂട്ടിക്കഴിഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തെ തമിഴ്നാട്ടിലടക്കം ഈ പാചകവാതക സിലിണ്ടറിൻ്റെ ക്ഷാമം സൃഷ്ടിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയടക്കം സ്തംഭനാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. നരേന്ദ്രമോദിയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഈ കെടുതി, ഈ ദുരന്തം പരിഹരിക്കാൻ അടിയന്തരമായ നടപടികൾ ആരംഭിക്കണം. ഞാനിന്ന് ഉച്ചയ്ക്ക് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ലിജുവും ഞാനും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ചില സഖാക്കളും ഉച്ചഭക്ഷണത്തിന് കയറിയത് തിരുവനന്തപുരത്തെ PWDയുടെ റെസ്റ്റ് ഹൗസിലാണ്. ചോറും മത്തിയും ചൂര ഫ്രൈയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് പ്രമുഖ ചാനലിലെ ഒരു ക്യാമറാമാനും ഒരു ജേർണലിസ്റ്റുമാണ് ഇരുന്ന് കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ സകലമാന ആളുകളും വന്ന് കഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടൽ മേഖല, റെസ്റ്റോറൻറ്റ് മേഖല, ക്യാൻറ്റീനുകൾ, മെസ്സുകൾ പൂട്ടുന്നത് വലിയ അരാജകത്വത്തിലേക്ക് വഴിതെളിക്കും. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ശക്തമായ നടപടി ഇവിടെ ആരംഭിക്കണം. ഹോട്ടലിൽ ചെന്ന് കഴിക്കുന്നവർ വലിയ ലക്ഷറി ജീവിതം നയിക്കുന്നവരല്ല, സാധാരണക്കാരാണ്, ഇടത്തരക്കാരാണ്, തൊഴിലാളികളാണ്, പാവപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുമെന്നറിയാത്ത ചോദ്യത്തിൻ്റെ മുന്നിലാണ്. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, ഇത്തരം മേഖലയിൽ പണിയെടുക്കുന്നവർ ഹോട്ടലുകൾ പൂട്ടിയാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഏതെങ്കിലും മറ്റ് സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളിയാണോ നമ്മുടെ ഹോട്ടൽ മേഖല നേരിടുന്ന വെല്ലുവിളി? വൈകുന്നേരം ഈ ബേക്കറി ജംഗ്ഷനിലെയോ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെയോ രാജ്ഭവന്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ഇടവഴിയിലെയോ തട്ടുകടകൾ പൂട്ടിയാൽ എത്ര പ്രതിസന്ധിയായിരിക്കും ഞാനും നിങ്ങളുമൊക്കെ നേരിടേണ്ടി വരിക? തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഹോട്ടൽ മേഖലകൾ അടച്ചുപൂട്ടിയാൽ എന്തായിരിക്കും ഈ നാട് നേരിടേണ്ടി വരുന്ന ദുരിതം? ഈ കേരളത്തിലെ സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ പതിപതിയായി പൂട്ടി അവസാനിപ്പിക്കാനുള്ള നീക്കമാണോ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്? അടിയന്തരമായ നടപടി ഇത് പരിഹരിക്കാൻ ഇവിടെ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ BJP നേതാക്കന്മാരോടാണ്, നിങ്ങളിപ്പോൾ ജനജീവിതത്തെ താറുമാക്കാറാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഹോട്ടലുകൾ പൂട്ടിപ്പോയാലോ, ഗാർഹിക സിലിണ്ടറുകൾ ഇല്ലാതായാലോ, ഹോട്ടൽ മേഖലയിലെ സിലിണ്ടർ വിതരണം നിലച്ചാലോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കുലുക്കവുമില്ല. നിങ്ങൾ ഈ നാടിലുടനീളം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും
തിരുവനന്തപുരത്തെ BJPയുടെ നേതാവ് സുരേഷുമൊക്കെ കണ്ണിൽ കാണുന്നവരെ അച്ഛനെയും അമ്മയെയും അമ്മായിയപ്പനെയും പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിൽ നിർമ്മിക്കുന്ന റോഡുകൾക്ക്, ദേശീയപാത വികസനത്തിന് 6000 കോടി രൂപ ഖജനാവിൽ നിന്ന് മാറ്റിവെച്ചതാണ് ഈ സംസ്ഥാന ഗവൺമെന്റ്. ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അത്തരം പദ്ധതികളുടെ പ്രവർത്തനത്തിലേക്ക്, ഉദ്ഘാടന ചടങ്ങിലേക്ക് സഖാവ് PA മുഹമ്മദ് റിയാസിനെ, കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വിളിച്ചില്ല, അദ്ദേഹത്തെ ക്ഷണിച്ചില്ല, അദ്ദേഹത്തെ വേദിയിലേക്ക്, അദ്ദേഹത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് PA മുഹമ്മദ് റിയാസിന് കേന്ദ്ര ഗവൺമെന്റ് ഇൻവിറ്റേഷൻ കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഔദാര്യമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ ഒരു ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ട സ്റ്റേറ്റിന്റെ റൈറ്റാണ്. ആ സ്റ്റേറ്റിന്റെ റൈറ്റിനെ നിങ്ങൾ അട്ടിമറിച്ചു. ആ വിമർശനം ഉന്നയിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് മുഖ്യമന്ത്രിയെ വിളിക്കാം, കുടുംബത്തെ വിളിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് BJPയുടെ നേതാവ് സുരേഷ് പറഞ്ഞത് അമ്മായിയപ്പനോട് പോയി പറ എന്നാണ്. ഞങ്ങളൊരു കാര്യം പറയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അങ്ങയെ ബഹുമാനിക്കുന്നു ഞങ്ങൾ. പക്ഷേ ഈ റോഡിനുള്ള പണം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ മാറ്റിവെക്കുമ്പോൾ അങ്ങയുടെ അമ്മായിയപ്പൻ്റെ വകയാണോ എന്നൊരു ചോദ്യം ഞങ്ങൾ തിരിച്ചു ചോദിച്ചാലോ? അങ്ങയുടെ തറവാട്ടിലെ പണമാണോ ഇതെന്നൊരു തിരിച്ചൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചാലോ? സുരേഷ് സഖാവ് PA മുഹമ്മദ് റിയാസിനെ ആക്ഷേപിച്ചുകൊണ്ട് അമ്മായിയപ്പനോട് പറയാനാണ് ആക്ഷേപിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നു, ഈ പണം സുരേഷേ നിങ്ങളുടെ അമ്മായിയപ്പൻ്റെ പണമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഉയർന്ന സാംസ്കാരിക ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് അമ്മയെയും അച്ഛനെയും അമ്മായിയപ്പനെയും ഒക്കെ പേര് ചേർത്ത് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകരെ അപമാനിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. ഇത് നരേന്ദ്രമോദിയുടെ കുടുംബവകയല്ല, ഇത് സുരേഷിന് അച്ചാരം കിട്ടിയ പണമല്ല, ഇത് രാജ്യത്തിൻ്റെ പണം, ഇത് കേരളത്തിൻ്റെ പണം. കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ, റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചന്ദ്രശേഖരനെ അല്ല അവിടെ കയറ്റിയിരുത്തേണ്ടത്, രാജീവ് ചന്ദ്രശേഖരെ അല്ല. നിയമപരമായി പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഈ രാജ്യം ഭരിക്കുന്ന BJPയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഇവിടെ നാട്ടുകാരെ തെറി വിളിക്കാതെ, രാഷ്ട്രീയ നേതാക്കന്മാരെ പുലഭ്യം പറയാതെ ഇവിടെ പാചകവാതക സിലിണ്ടർ വിതരണത്തിലുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. ഇന്നത്തെ ഈ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.